മോഹൻലാലും സത്യനന്ദിക്കാടും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന സിനിമയാണ് ഹൃദയപൂർവ്വം. സമീപകാലത്തായി ഇറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളെല്ലാം വലിയ ഹിറ്റുകൾ ആയതിനാൽ ഹൃദയപൂർവ്വം സിനിമയ്ക്ക് മേലും ആരാധകർ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമയിലെ തന്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്ന മോഹൻലാലാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ ഒരു കഥാപാത്രമായാണ് താൻ സിനിമയിൽ അഭിനയിക്കുന്നത് എന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ പ്രേക്ഷകരും അത്ഭുതത്തോടെയാണ് ഇത് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ കാണാത്ത ഒരു മോഹൻലാൽ കഥാപാത്രം സത്യനന്ദിക്കാടിലൂടെ പിറക്കുകയാണല്ലോ. അപ്പോൾ ഒരു ഇമോഷണൽ ടച്ച് നമുക്ക് ഫീൽ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഹോളിവുഡ് റിപ്പോർട്ടേഴ്സ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാലിന്റെ പ്രതികരണം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഹൃദയപൂർവ്വം ഒരു ഫീൽ ഗുഡ് സിനിമയായിരിക്കും, എന്നാൽ സത്യേട്ടന്റെ സാധാരണ സിനിമകളിൽ നിന്നൊക്കെ മാറിയ ഒരു കഥയാണ്. അതിനുവേണ്ടി കാത്തിരിക്കാം എന്നാണ് സിനിമയെക്കുറിച്ച് നേരത്തെ മോഹൻലാൽ പറഞ്ഞത്. ഓഗസ്റ്റ് 28 ഓണം റിലീസായി ഹൃദയപൂർവ്വം തിയേറ്ററിലേക്ക് എത്തും. സത്യനന്ദിക്കാട് മോഹൻലാൽ ഒന്നിക്കുന്ന 20ാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം. ആശീർവാദ് സിനിമാസും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന 5ാമത്തെ ചിത്രം കൂടിയാണിത്. 2015 പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രത്തിലായിരുന്നു മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ട് ഒടുവിൽ ഒന്നിച്ചത്. ഇതിനു മുമ്പ് മോഹൻലാലിന്റേതായി ലൊക്കേഷനിൽ നിന്നും നിരവധി ചിത്രങ്ങൾ വന്നപ്പോൾ മോഹൻലാലിന്റെയും സംഗീത് പ്രതാപിന്റെയും ഒരു ചിത്രം വരികയുണ്ടായി. ഇതിൽ മോഹൻലാലിന്റെ ഒരു ലുക്കൊക്കെ കണ്ടിട്ട് മോഹൻലാൽ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ എന്ന് പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നതുമുണ്ട്. ഓപ്പൺ ഹാർട്ട് സർജറി നടന്ന മോഹൻലാലിന്റെ കഥാപാത്രം നമ്മളെ ഇമോഷണൽ രീതിയിലൂടെ കടന്നുപോകാനുള്ള സന്ദർഭങ്ങൾ തരികയല്ലേ എന്ന രീതിയിലുള്ള ചർച്ചകളിലേക്ക് നടക്കുന്നു. ഇത്തവണ സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുമ്പോൾ ഒരു വ്യത്യസ്ത സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. സത്യനന്ദിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയും ഹൃദയപൂർവ്വത്തിന് ഉണ്ട്. ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് അഖിൽ സത്യനാണ്. അനൂപ് സത്യൻ സിനിമയിൽ അസോസിയേറ്റ് ആയി പ്രവർത്തിക്കുന്നു. അനു മുത്തേടത്താണ് ക്യാമറയും ജസ്റ്റിൻ പ്രഭാകർ സംഗീത സംവിധാനവും നിർവഹിക്കുന്നു. എമ്പുരാന് ശേഷം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാർ നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം. ഫാർ ഫിലിംസ് ആണ് സിനിമ ഓവർസീസ് പ്രദർശനത്തിന് എത്തിക്കുന്നത്. വ്യത്യസ്ത ജോണറുകളിലുള്ള സിനിമകളാണ് മോഹൻലാൽ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് എന്ന് ഇതിനോടകം തന്നെ പറയാൻ കഴിയും. ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ മോഹൻലാലിന് വ്യത്യസ്തമായൊരു ലുക്കും കൂടി ഉണ്ടെന്നും ഇതിലൂടെ കാണാനും കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു കഥ പറച്ചിലും കൂടിയാണ് ഈ സിനിമയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ നിങ്ങളെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മോഹൻലാൽ ഒരു ഗംഭീര അനൗൺസ്മെന്റുമായി എത്താൻ പോകുന്നു എന്ന കാര്യങ്ങൾ കൂടി മൂവി അനലിസ്റ്റുകൾ ഇന്നേ ദിവസം പങ്കുവെക്കുകയാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ മോഹൻലാലും അമൽ നീരദും ഒന്നിക്കാൻ പോകുന്ന പ്രോജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് അപ്ഡേറ്റുകൾ നൽകി മൂവി അനലിസ്റ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ചിത്രത്തിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നത് സ്ട്രോങ് ആയി പറഞ്ഞുകൊണ്ടാണ് അവർ ഓരോ ദിവസവും ഓരോ പോസ്റ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നതും ഈ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നതും. അമൽ നീരദും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന സിനിമ പ്രൊഡക്ഷനിൽ എത്താൻ പോകുന്നത് അമൽ നീരദ് പ്രൊഡക്ഷനും ആശീർവാദ് സിനിമാസും കൈകോർത്തുകൊണ്ടാണ്. സ്ക്രിപ്റ്റ് ഒരുക്കുന്നത് വിൻസെന്റ് വടക്കനും അമൽ നീരദും ചേർന്നാണ്. ഈ ചിത്രത്തിന് ഡയലോഗ് ഒരുക്കുന്നത് RJ മുരുകനാണെന്നും റൂമറുകളുണ്ട്. മ്യൂസിക് ചെയ്യാൻ പോകുന്നത് സുശീൽ ശ്യാമും DOP രറ്റിൽ സ്വയംപും എഡിറ്റ് വിവേക് അർഷനും ചേർന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വലിയൊരു ഗംഭീര അണിയറ പ്രവർത്തകർ തന്നെ ഈ ചിത്രത്തിന് ചുക്കാൻ പിടിക്കുന്നുണ്ട്. അമൽ നീരദ് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന സിനിമ ഒരു പക്ക ആക്ഷൻ എന്റർടൈനർ ആയിരിക്കുമെന്നുള്ള രീതിയിലാണ് ഓരോ അപ്ഡേറ്റുകളും വരുന്നത്. ഇനി എന്തായാലും ഒഫീഷ്യൽ റിപ്പോർട്ടിൽ കൂടുതൽ വിശദാംശങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒക്ടോബർ മധ്യത്തോടെ ചിത്രത്തിന്റെ ഷൂട്ട് പ്ലാൻ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ അപ്ഡേറ്റുകൾ പങ്കുവച്ചുകൊണ്ട് പ്രമുഖ മൂവി അനലിസ്റ്റുകൾ ഈ റിപ്പോർട്ടുകൾ ഇന്നേ ദിവസം നൽകുകയാണ്. വ്യത്യസ്തമായ മോഹൻലാൽ ചിത്രങ്ങളാണ് ഇനി വരുന്ന നാളുകളിൽ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണിക്കുന്ന റിപ്പോർട്ടുകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതും.